അധികാരത്തിലേറി ഒരു മാസം പിന്നിടുമ്പോഴേക്ക് തന്നെ വി.ഡി. സതീശൻ സർക്കാർ സംഘപരിവാറിൻ്റെ വിനീത ദാസന്മാരുടെ സർക്കാരാണ് എന്നും എല്ലാവർക്കും മനസ്സിലാവുന്നതുപോലെ വ്യക്തമായി വരികയാണ്. ബി.ജെ.പിക്ക് 3 MLA-മാരാണ് കേരള നിയമസഭയിൽ ഉള്ളതെങ്കിലും ഭരണത്തിൽ അവരുടെ അജണ്ടയാണ് UDF ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. RSSനോടുള്ള വിധേയത്വം ഓരോ മന്ത്രിമാരും മത്സരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ചില മന്ത്രിമാർ പതുക്കെയും ചില മന്ത്രിമാർ ഉറക്കെയും RSSനോടുള്ള കൂറ് PMAY പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന വീടുകളിൽ മോഡിയുടെ പടവും ലോഗോയും വെക്കുന്നതിൽ എന്താണ് കുറ്റം, തെറ്റ് എന്നാണ് KM ഷാജി എന്ന മന്ത്രി ചോദിക്കുന്നത്. കേന്ദ്രവുമായി അൺഹെൽത്തി ഡിബേറ്റിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഷാജി ന്യായീകരിക്കുന്നത്. ഇത് അൺഹെൽത്തി ഡിബേറ്റിൻ്റെ പ്രശ്നമല്ല, ജനങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ വിഷയമാണ്. വീട്ടുകാരുടെ ആത്മാഭിമാനം പണയപ്പെടുത്തി ആരോ കൊടുത്ത ഒരു വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് എന്ന ഒരു ബോധം അവരിൽ ഉണ്ടാക്കുന്നതിന് ഒരുക്കമല്ല എന്ന ഉറച്ച നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട്. യഥാർത്ഥത്തിൽ ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് PMAY പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയത്. 5 ലക്ഷത്തിലധികം വീട് നിർമ്മിച്ചു കഴിഞ്ഞു. 1 ലക്ഷത്തിലധികം വീടിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ്. ഈ 6 ലക്ഷം വീടിൻ്റെയും നേരത്തെ പറഞ്ഞതുപോലെ, ഷാജി പറയുന്നത് പോലെ, ഒരു തരത്തിലും മോഡിയുടെ പടമോ ലോഗോയോ വെക്കാൻ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് തയ്യാറായിരുന്നില്ല. ഈ 6 ലക്ഷം വീട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലൈഫ് പദ്ധതിയിൽ 1,01,000-ലധികം വീട്, 1,01,437 വീടാണ് നഗരങ്ങളിൽ ഈ PMAYയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. ആ 1,01,437 വീട്ടിലും ലോഗോ വെച്ചിരുന്നില്ല. ഗ്രാമീണ മേഖലയിൽ 34,265 വീടാണ്. ആ ഒരു വീട്ടിലും ലോഗോയോ ഫോട്ടോയോ പതിച്ചിരുന്നില്ല. പിന്നെ എന്തിനാണ് ഇപ്പോഴും RSSനെ പ്രീതിപ്പെടുത്താൻ KM ഷാജി അൺഹെൽത്തി ഡിബേറ്റിനില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ലോഗോയും അതുപോലെ തന്നെ ഫോട്ടോയും വെക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന ചോദ്യവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത്? MG സർവകലാശാലയിലും കാർഷിക സർവകലാശാലയിലും സംഘപരിവാർ അജണ്ട കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള 2 പേരെയാണ് ഗവർണർ താൽക്കാലിക VC-മാരായി നിയമിച്ചത്. MG സർവകലാശാലയിൽ 19 പേരെ RSS നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടെ പ്രവർത്തിക്കുന്നവരെയാണ് സെനറ്റിലേക്ക്
ഗവർണർ നോമിനേറ്റ് ചെയ്തത്. ഈ നടപടിക്കെതിരായി മുഖ്യമന്ത്രി ഇന്നേ വരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കേന്ദ്രവുമായി ഏറ്റുമുട്ടലില്ല എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ റോജി എം ജോൺ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ PM ശ്രീയിൽ നിന്ന് പിന്നോട്ടേക്ക് പോകാനാവില്ല എന്നും മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി M ഷംസുദ്ദീനും ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. അറബിക്കടലിൽ ഒഴുക്കുമെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കില്ല എന്നുമെല്ലാം പറഞ്ഞ പഴയ പ്രതിപക്ഷത്തിരുന്ന സന്ദർഭത്തിലുള്ളതെല്ലാം മാറ്റി പൂർണ്ണമായിട്ടും കേന്ദ്രത്തിന് കീഴടങ്ങുന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. നിരവധി മേഖലയിൽ നടത്തിയിട്ടുള്ള നിയമനങ്ങൾ സംബന്ധിച്ച് അത് KPCC പ്രസിഡന്റിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനം മുതൽ ദേവസ്വം കൈകാര്യം ചെയ്യാൻ നിശ്ചയിച്ച പ്രമുഖരായ ഗവൺമെൻറ് പ്ലീഡർ വരെ അവർക്ക് പിൻവലിക്കേണ്ടി വന്നു ഒരു മാസത്തിനിടയിൽ. ഇപ്പോഴും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്, ആ തീരുമാനം മന്ത്രിമാർ പോലും അറിഞ്ഞിട്ടില്ലെന്നും ശേഷാദ്രിനാഥൻ എന്ന് പറയുന്ന ആൾ സംഘപരിവാർ അനുകൂലിയാണെന്നും ഞങ്ങളാരും ഉന്നയിച്ച ഒരു കാര്യമല്ല. KPCC ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി രംഗത്ത് വന്ന് ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന കാലത്ത് നിയമസഭാ ലോകസഭാ മണ്ഡലങ്ങളുടെ നിർണായകമായ പുനർവിഭജനം നടക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സംഘപരിവാർ അനുകൂലിയെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാനത്ത് തീരുമാനിക്കപ്പെട്ടത് എന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി തന്നെ, കേരളത്തിലെ ജനറൽ സെക്രട്ടറി തന്നെ പറയുന്നത്. ധവളപത്രത്തിലും ബഡ്ജറ്റിലും പ്രതിഫലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. സ്വകാര്യവൽക്കരണവും നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആകാശം, നമ്മുടെ ഭൂമി, നമ്മുടെ ജലം എല്ലാം കുത്തകകൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വത്തും വിൽക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ അജണ്ട VD സതീശൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ പഠന ശിബിരം KPCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ നടത്തുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു. ഇനി കോൺഗ്രസ് നേതൃത്വം എപ്പോഴാണ് KPCC ആസ്ഥാനം RSSന് വിട്ടു നൽകുന്നത് എന്ന കാര്യം മാത്രമേ അന്വേഷിക്കേണ്ടതുള്ളൂ. കേന്ദ്രത്തിൻ്റെ ഈ അധികാര കൂങ്കിൽ സർവ മേഖലയിലും RSS നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നെഞ്ചുറുപ്പോടെ ചെറുത്തു നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ മുന്നോട്ടേക്ക് പോയിരുന്നത്. എന്നാൽ ഒരു മാസം കൊണ്ട് UDF സർക്കാർ RSSന് മുന്നിൽ മുട്ടിലെഴിയുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിൽ പഴയ UDF 10 കൊല്ലം മുമ്പുള്ള കാലത്തെ ഇരുട്ട് തിരിച്ചു വരികയാണ്. ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആവശ്യത്തിന് വൈദ്യുതി ലഭിക്കാത്ത സാഹചര്യം, അതിന് ഉറപ്പുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം, അതാണ് നമ്മളിപ്പോൾ വീണ്ടും പവർ കട്ടിലേക്കും ലോഡ് ഷെഡിങ്ങിലേക്കും തിരിച്ചു പോകുന്നതിൻ്റെ
കാഴ്ച കാണാൻ കഴിയുന്നത്. ആസൂത്രണത്തിലെ ഈ പിഴവ് പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് കേരളത്തെ ഇരുട്ടിലേക്ക് ആഴ്ത്തുന്നതിനിടയാക്കിയത് എന്ന് നമുക്ക് അറിയാം. കേരളത്തിൽ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത രീതിയിൽ ഏതാണ്ട് 31.39 ലക്ഷം സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് 1000 രൂപ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ട് പെൻഷൻ പദ്ധതി ഗവൺമെൻറ് അംഗീകരിച്ച് നടപ്പിലാക്കിയതാണ്. ഇപ്പോൾ 16.5 ലക്ഷത്തോളം വീട്ടമ്മമാർക്ക് ഈ ആനുകൂല്യം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഈ ആനുകൂല്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഗുണഭോക്താക്കളെ നിശ്ചയിച്ചത് CPIM എഴുതി കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചാണ് എന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ സഭയിൽ പറഞ്ഞത്. സുതാര്യവും അത്യാധുനികവുമായ ഡിജിറ്റൽ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് K-സ്മാർട്ട് പോർട്ടൽ വഴി ഓൺലൈനായിട്ട് മാത്രം ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് അവർക്ക് അപേക്ഷിക്കാൻ തന്നെ കഴിയുന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇടപെടാൻ കഴിയാത്ത വിധത്തിലുള്ള സുതാര്യതയാണ് ഉറപ്പുവരുത്തിയിരുന്നത്. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് CPIM എഴുതി കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്ന നിലയുണ്ടായി എന്നാണ്. അസംബന്ധം പറയുന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി തരം താഴാൻ പാടില്ല. നിയമസഭയെയും കേരള ജനതയെയും കബളിപ്പിക്കുകയും RSSനെ സുഖിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടുകളുമായാണ് UDF സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയത് വഴിയുള്ള ഡീൽ എന്ത് കിട്ടി എന്ന കാര്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയർന്ന ചോദ്യത്തിൻ്റെ ഒപ്പം അവരെ വെള്ളപൂശുന്നതിന് വേണ്ടി നടക്കുന്ന മാധ്യമ ശ്രമം, മാധ്യമങ്ങൾ എങ്ങനെയാണിപ്പോൾ അല്ല വളരെ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങൾ ഈ അഴിമതിയുടെയും കെടുകാര്യസ്ഥയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും വിസ്മയങ്ങൾ ഓരോ ദിവസവും ഒരുക്കുന്ന UDF സർക്കാരിനെ ഏത് വിധേയയും വെള്ളപൂശാനാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മദ്യ കമ്പനിക്കും LDF സർക്കാർ നികുതി ഇളവ് നൽകിയിട്ടില്ല. അതെല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാർഷിക വിളകളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നമെന്ന നിലയിൽ പഴങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ LDF സർക്കാർ അന്ന് തീരുമാനിച്ചിരുന്നു. കർഷകർക്ക് മികച്ച വരുമാനം കൂടി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആ ഒരു നിലപാട്. എന്നാൽ വീര്യം കുറഞ്ഞ സ്പിരിറ്റ് കലക്കി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന രീതിയിൽ യാതൊരു ലജ്ജയുമില്ലാതെ നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ തരംതാണ രീതിയിലുള്ള ദൗർഭാഗ്യകരമായ പ്രചരണമാണ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് മതത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കും അധികാരത്തിനും വിദ്വേഷ പ്രചരണങ്ങൾക്കുമായി ദുരുപയോഗം ചെയ്യുന്ന സംഘപരിവാറിൻ്റെ കപടമുഖം അഴിഞ്ഞു വീഴുന്നത് അയോധ്യയിൽ നമ്മൾ കാണുകയാണ്. ഇവിടെ RSകാർ കേരളത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം ഞങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുതരണം എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുന്നത്. ഹിന്ദുക്കളുടെ സംരക്ഷകർ എന്ന വ്യാജേന
അവർ വിശ്വാസികൾ രാമക്ഷേത്രത്തിനായി സംഭാവന ചെയ്ത സഹസ്ര കോടികൾ പോക്കറ്റിലാക്കി തിന്നു കൊഴുക്കുന്ന വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മോഡി ഭക്തരായ മാധ്യമങ്ങൾ സംഭവം പരമാവധി മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സംഘപരിവാർ വിഭാഗത്തിൽ തന്നെ ക്ഷേത്രക്കൊള്ളയിൽ അതിശക്തിയായിട്ട് വിമർശനം നടത്തുന്ന വലിയ രീതിയിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്ന വിഭാഗം അതിൻ്റെ അകത്ത് തന്നെ കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി അഴിമതി വലിയ സ്വർണ്ണ ഗതകളും ഏതാണ്ട് ശിലാന്യാസം മുതൽ ഇങ്ങോട്ട് രാമക്ഷേത്ര നിർമ്മിതി വരെയുള്ള ഘട്ടത്തിൽ RSSൻ്റെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി പറഞ്ഞത് ഏതാണ്ട് 20,000 കോടി ഉറുപ്പികയുടെ കൊള്ള ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ്. വേറെ പുറത്തു നിന്നുള്ള ആരെങ്കിലുമല്ല, ഇതിൻ്റെ അകത്ത് തന്നെയുള്ള ആളുകൾ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വിശദീകരിച്ചതാണ്. 20,000-ഓളം കോടി ഉറുപ്പിക സ്വർണവും വെള്ളിയും മറ്റ് വിവിധ സാധനങ്ങളുമായിട്ട് പണവും. അവിടെ കിട്ടുന്ന പണമൊന്നും കൃത്യമായിട്ട് റെസീറ്റ് ചെയ്ത് സൂക്ഷിക്കാനോ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനോ സാധിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട സാധനങ്ങളുടെയും പണത്തിൻ്റെയും കണക്ക് മാത്രമല്ല, അതിലെത്രയോ കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇങ്ങനെ വലിയ ഒരു കൊള്ളയാണ് വിശ്വാസത്തിൻ്റെ പേരിൽ ഈ കപട വിശ്വാസികൾ RSSൻ്റെ സംഘപരിവാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരായ സാർവദേശീയ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ളത് എന്ന കാര്യം ഇപ്പോഴും പുറത്തു വന്നിരിക്കുകയാണ്. ക്ഷേത്രക്കൊള്ളയിലെ ഏറ്റവും വലിയ കൊള്ള അയോധ്യയിലാണ് നടന്നത് എന്ന് അവർ തന്നെ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. ആ സംബന്ധം പറയുന്നതിൽ മുമ്പന്തിയിലാണല്ലോ മുഖ്യമന്ത്രി. ഞാനതിൽ ചെയ്തത് എന്താണ് എന്നുള്ളത് മലയാള മനോരമ പത്രം കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു. കാരണം ഇമാതിരി കള്ളപ്രചരണം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ആ വാർത്ത വന്നത്. ആ വാർത്തയിൽ പറഞ്ഞത് എന്താ? ആ വാർത്തയിൽ പറഞ്ഞതൊരു നോട്ടാണ്. ആ നോട്ട് വേറൊന്നുമല്ല, വീര്യം കുറഞ്ഞ മദ്യം എന്നാൽ എന്താണെന്നതിന് നിർവചനം വേണം എന്നാണ്. ആ നിർവചനം വേണം എന്നാണ് കുറിപ്പ് എഴുതി താഴേക്ക് കൊടുത്തത്. അങ്ങനെ കൊടുക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം, എൻ്റെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരപേക്ഷയാണ് എൻ്റെ മുമ്പിൽ വന്നത്. അപ്പോൾ ഞാൻ കണ്ടത് അത് TM ജോഷി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിലെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഗോവയുമായി അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധം ഉൾപ്പെടെ വെച്ച് കശുമാങ്ങയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കുന്നതിനുള്ള ടെക്നോളജി, അതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടെ നമുക്ക് ആ രീതിയിൽ വീര്യം കുറഞ്ഞ മദ്യം നമുക്ക് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ കൃഷിക്കാർ വെറുതെ നഷ്ടപ്പെട്ടു പോകുന്ന കശുമാങ്ങയിൽ നിന്ന് വളരെ ഫലപ്രദമായ സാധന സാമഗ്രികൾ ഉപയോഗപ്പെടുത്തി നമുക്കിവിടെ നിർമ്മിക്കാനാവും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എല്ലാ അപേക്ഷകളും, ആ എല്ലാ അപേക്ഷകളിലെ പ്രധാനപ്പെട്ട അപേക്ഷ TM ജോഷിയുടെ അപേക്ഷയാണ്, പരിശോധിച്ച് വീര്യം കുറഞ്ഞ എന്നതിൻ്റെ നിർവചനം എന്താണ് എന്ന് ചോദിക്കുകയാണ് ഞാൻ താഴെ എഴുതിയത്. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ താഴെ അയച്ച ഫയലിൻ്റെ ഉള്ളടക്കം. അല്ല, ഞാനതാ പറയുന്നത്, ഇതാണ് കൊടുത്തത്. യഥാർത്ഥത്തിൽ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് ധാന്യം ഒഴിച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി ഫലപ്രദമായി അവരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന രീതിയിൽ കൈകാര്യം ചെയ്യാം എന്ന ധാരണയിലാണ് ആ കാര്യം നമ്മൾ കൈകാര്യം ചെയ്തത്. അതല്ലാതെ നികുതി ഒഴിവാക്കുകയോ നികുതി കുറയ്ക്കുകയോ ചെയ്യുന്ന ഒരു ഫയലും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല.
ഇതിന്റെ പഴങ്ങളുടെ ഫ്ലേവർ മാത്രമുള്ള സ്പിരിറ്റ് കലർന്ന അപേക്ഷ ഒന്നുമല്ല, അങ്ങനെ അതൊന്നും ഉദ്ദേശിക്കുന്നേ ഇല്ല. ഒരു സ്പിരിറ്റ് കലർന്ന ഒന്നിനെ പറ്റി നമ്മൾ ഉദ്ദേശിച്ചില്ല. അല്ല, അപേക്ഷ ഒരുപാട് അപേക്ഷ വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ അപേക്ഷകളെല്ലാം കൂടി ചേർത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ജോഷിയുടെ അപേക്ഷ ഉൾപ്പെടെ ചേർത്തിട്ട് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നിർവചനം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അതാണ് താഴത്തേക്ക് കൊടുത്തത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മറ്റു കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്നത്. അല്ല, നമുക്ക് വേണ്ടത് വീര്യം കുറഞ്ഞ മദ്യം, പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന്, ഈ കശുമാങ്ങയിൽ നിന്ന് ഒക്കെ വീര്യം കുറഞ്ഞ മദ്യം എങ്ങനെയാണ് നമുക്ക് ഫലപ്രദമായിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുക എന്നത് മനസ്സിലാക്കാനാണല്ലോ നമ്മൾ ശ്രമിച്ചത്. അല്ലാണ്ട് സ്പിരിറ്റ് കലർത്തി കൊടുക്കുന്നതിനാണെങ്കിൽ പിന്നെ വേറെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ശരി. അല്ല, അത് ഒരുപാട് അപേക്ഷ ഉണ്ടായിട്ടുണ്ട്. അതുകൂടി ഉള്ളതുണ്ടല്ലോ, മനസ്സിലായില്ലേ? കശുമാങ്ങയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന അപേക്ഷ ഉൾപ്പെടെ ഉണ്ടല്ലോ. അതെല്ലാം കൂടി ചേർത്താണല്ലോ കൊടുത്തത്. ഞാൻ ഊന്നുന്നത് അതാണെന്ന് അർത്ഥം. യെസ്. പിന്നെ മുന്നോട്ട് പോയി. പിന്നെ ഇത് സ്വാഭാവികമായിട്ട് വന്നല്ലോ പ്രശ്നം. ഇത് വലിയ ഡീലാണെന്ന രീതിയിൽ UDF ഉൾപ്പെടെ ശക്തിയായിട്ട് പറഞ്ഞല്ലോ. അവരടക്കം തീരുമാനിച്ചിട്ടാണ് സബ്ജക്ട് കമ്മിറ്റി എല്ലാം തീരുമാനിച്ചതെങ്കിലും പിന്നീട് വലിയ ആക്ഷേപം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് അത് അവിടെ തന്നെ വെക്കുന്ന നില സ്വീകരിച്ചു. 3 കൊല്ലവും 5 മാസവും അത് അവിടെ തന്നെ വെച്ചു. ഒരു അനക്കവും ആ ഫയലിനുണ്ടായില്ല. പക്ഷേ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് 3ാമത്തെ ദിവസമാകുമ്പോഴേക്ക് ആ ഫയലിന് ജീവൻ വെച്ചു. ആ ഫയൽ ഒരിക്കലും വരാത്ത രീതി അത്ര സ്പീഡോടുകൂടി വരികയും 24 ദിവസം മുമ്പ്, ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് 24 ദിവസം മുമ്പ് കൃത്യമായിട്ട് VD സതീശൻ്റെ കയ്യിൽ ഈ ഫയൽ എത്തിയിട്ടും ഒരാളോടും ചർച്ച ചെയ്യാതെ, കോൺഗ്രസ് നേതൃത്വത്തോട് ചർച്ച ചെയ്തിട്ടില്ല, അതുപോലെ UDF നേതാക്കന്മാരോട് ചർച്ച ചെയ്തിട്ടില്ല, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയോട് ചർച്ച ചെയ്തിട്ടില്ല, ആരോടും ചർച്ച ചെയ്യാതെ യഥാർത്ഥത്തിൽ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കുകയും നാളെ ഇപ്പോഴതിൻ്റെ സാമ്പത്തിക വശം കൈകാര്യം ചെയ്യുന്ന രീതി, ഫിനാൻസ് ബില്ല് കൂടി കൈകാര്യം ചെയ്യുന്നതോടുകൂടി അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. എല്ലാം എന്തടിസ്ഥാനത്തിലുള്ള ഡീലാണ് എന്ന് ഇനി നിങ്ങൾ പരിശോധിച്ചാൽ മതി. നല്ല കോടതിയിൽ പോയാൽ കിട്ടുന്നേ ഉള്ളൂ. അതൊക്കെ വെറുതെ വ്യാഖ്യാനിക്കുക മാത്രമാണ്. അവർക്ക് വേണ്ടിയിട്ടാണ്. അല്ല പിന്നെ എന്തിനാ ഇത്രയും ധൃതി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മുന്നോട്ടേക്ക് പോകേണ്ട കാര്യമുള്ളത്? അവരാണ് ഇത് ചെയ്തിട്ടുള്ളത്, അവർക്ക് വേണ്ടിയിട്ടാണ്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചില മാധ്യമങ്ങളും അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ അതിലടിസ്ഥാനം. അത് ഞാൻ മറ്റേതാണ് ഇപ്പം വിശദീകരിച്ചത്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയണ്ടോ? അല്ല, ഞാൻ പറഞ്ഞേ, ഏറ്റവും വലിയ കൊള്ള, രാജ്യം കണ്ട ഏറ്റവും വലിയ കൊള്ള നടന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. അല്ല, അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ അതിൻ്റെ ശിലാന്യാസം മുതൽ ഇങ്ങോട്ട് എല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ 20,000 കോടി ഉറുപ്പിക, 20,000 കോടി ഉറുപ്പികയുടെ കൊള്ളയാണ് അതിൻ്റെ ഭാഗമായിട്ട് നടന്നത് എന്നാണിപ്പോൾ RSകാരിൽ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നത്. ഇവിടെയുള്ളതൊക്കെ അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് അതിലൊന്നും. ആയിക്കോട്ടെ, നോക്കട്ടെ. അല്ല, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ് എന്നുള്ളത് ഇതിലിപ്പോൾ കൊള്ളയെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പ്രശാന്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ 2019 കൊള്ളക്ക് സമാനമായ രീതിയിൽ ഒന്നുകൂടി നടന്നിരിക്കുന്നു എന്ന് വരുത്താൻ വേണ്ടി ബോധപൂർവ്വം നടത്തിയിട്ടുള്ളതാണെന്നാണ്. മറച്ചു വെക്കാം. അതാണ് അതിന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇത് ചെയ്തിട്ടുള്ളതെന്നാണ്. പ്രശാന്ത് വരുന്നതിന് മുമ്പേ തന്നെ ആ ഫയൽ ഉണ്ടായതും അതിനടിസ്ഥാനപ്പെടുത്തി നിലപാട് സ്വീകരിച്ചു പോയതുമാണ്. എന്താണ് നമുക്ക് നോക്കാം, ഇനി വരട്ടെ. ഇനി നമുക്കിപ്പോൾ അതിൻ്റെ അകത്ത് ആരെയും ന്യായീകരിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. നോക്കാം അതിൻ്റെ അകത്ത് എന്താ ഉള്ളത്. അത് വേഗം വരും, അത് വേഗം മനസ്സിലാവും. അതാണ്. അല്ല, നോക്കട്ടെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇടപെടാം. പോരെ, നമുക്ക് ധൃതി പിടിക്കണ്ട. അതിനിപ്പോൾ ആരെല്ലാം പ്രതിയാക്കാം. രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ പലരെയും പ്രതിയാക്കാൻ പറ്റും. അത് നമുക്ക് നോക്കിയിട്ടേ പറയാൻ സാധിക്കുള്ളൂ എങ്ങനെയൊക്കെയാണെന്ന്.